സാന്ദ്രാനന്ദാവബോധനഗമനുപമിതങ്കാലദേശാവദിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചരതകർത്രേണ നിർപ്പാഠ്യമാനം മത്പട്ടം ദിഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ദത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ പാലാഴി വധനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ അമൃതം കട്ടെടുത്ത അസുരന്മാർ അവർക്ക് സ്വന്തമായി മാത്രം അനുഭവിക്കാൻ അപഹരിച്ചപ്പോൾ മോഹിനി വേഷത്തെ സ്വീകരിച്ച് ഭഗവാൻ അവർക്ക് തക്കതായ തിരിച്ചടി നൽകി. സുധാകരണ യോഗ്യ ബലം. അധിക പ്രസംഗികളെ അമൃത് മോട്ടിക്കാറായോ നിങ്ങൾ? അത് കാണിച്ചു തരാം എന്നും പറഞ്ഞ് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്തു. ഒറ്റ ലേശം അവർക്ക് കിട്ടാതെയായി. ഇതിൽ നിന്ന് ഒരു പാഠം കൂടി പഠിക്കാൻ ഭാഗവതത്തിൽ പറയും. ഏവം സുരാസുരഗണ സമദേശകാലകേത്വർത്ഥ കർമ്മഗതയോപി ബലേ വികൽപ്പ. സമമായിട്ടുള്ള പ്രവൃത്തി ദേവന്മാരും അസുരന്മാരും ചെയ്തിട്ടും രണ്ടാളും അധ്വാനിച്ചിട്ടുണ്ട്. എന്തേ ദേവന്മാർക്ക് മാത്രം അമൃതം കിട്ടാൻ കാരണം? രണ്ടാൾക്കും കിട്ടണ്ടേ? അതിനൊരു കാരണമുണ്ട്. അത് വേറൊന്നുമല്ല, യത്പാദഭക്തപ്രേണ. ആ ഭഗവത് പാദപത്മത്തിൽ ഭക്തിയുള്ളവരാ ദേവന്മാർ. അപ്പോൾ അവർക്ക് വിചാരിച്ചതിനേക്കാളും അധികം കിട്ടിയില്ലേ? മറ്റവരുടെ ഭാഗം കൂടി കിട്ടി. ആസുരന്മാരോ ദൈത്യ, ഭക്തിയില്ലാത്തവരാ, അഹങ്കാരികളാണ്. അപ്പം നമ്മുടെ ശരീരബലം കൊണ്ടും കഴിവ് കൊണ്ടും എല്ലാതും നേടാം എന്ന് വിചാരിച്ചവർക്ക് ജീവിതത്തിൽ വൻ പരാജയം കാത്തിരിക്കുന്നു എന്ന് ഓർക്കുക. ഒന്നും നമ്മുടെ കഴിവൊന്നുമല്ല. അടുത്ത നിമിഷം എന്താ ഉണ്ടാവുക നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാം ഈശ്വര സങ്കല്പമാണ്. അപ്പോൾ ആ പാദപത്മത്തിലുള്ള ഭക്തിയോടുകൂടി മാത്രം ഏത് കർമ്മവും അനുഷ്ഠിച്ചാൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും അധികം നന്നാവും. അയ്യോ, ഇത്രയൊന്നും കരുതിയില്ല കേട്ടോ. അയാളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ എവിടെ എത്തിയല്ലേ? അപ്പോൾ ആ വിചാരിച്ചതിനേക്കാളും ഉയർച്ചയുണ്ടാവും പാദപത്മത്തിലുള്ളതായ ഭക്തിയുള്ളവർക്ക്. അല്ലെങ്കിലോ അർഹതപ്പെട്ടതും കൂടി കിട്ടില്ല, സാധാരണക്കാർക്ക് കിട്ടണതും കൂടി കിട്ടില്ല. ഈ ഭക്തി ഉണ്ടാവുക, ഈശ്വര സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് ജീവിക്കുക, കർമ്മം ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് ഉയർച്ച തന്നെ വന്നു ചേർന്നോളും. ഈ തത്വമാണ് പാലാഴി വദനത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. ഏത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാന് സമർപ്പിച്ച് ഈശ്വര നാരായണ, എല്ലാ കർമ്മവും യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ, യാതൊന്നു കേട്ടതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്തതതു നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ. ഈ ഭാവത്തിൽ ചെയ്താൽ അവൻ്റെ ജീവിതം ഒരിക്കലും പരാജയമാവില്ല. ഇങ്ങനെ ഓരോ തത്വങ്ങൾ നമ്മളെപ്പോഴും കഥയിൽ നിന്ന് പഠിക്കാനുണ്ട്. അതാണ് പ്രാധാന്യം എന്നാണ് ചിലർ പറയുക. കഥയേക്കാൾ കഥ അങ്ങനെ കേട്ടുപോയി. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഹങ്കാരം ഉണ്ടാവരുത്. നമ്മളൊന്നും ഈ ലോകത്തിലൊന്നുമല്ല. നമ്മളല്ല ഒന്നും ചെയ്യുന്നതും ചെയ്യിക്കുന്നതും ഒക്കെ ഈശ്വരനാണ്. ആ പാദഭക്തി ആദ്യം ഉണ്ടായാലോ ബാക്കിയൊക്കെ ഭഗവാനെ ഏറ്റെടുത്തോളും. നമുക്ക് ബാധ്യതയില്ല. തം കാലനേബിമത മാലിമുഖാഞ്ചഗന്ധ ശക്രോജഗാന ബലിജംബലാൻ സപാകാൻ ശുഷ്കാർദ്ര ദുഷ്കരവതേ നമുചോചലൂനേ പേനേന നാരദഗിര നരുണോരണം തം. യുദ്ധത്തിനെ വർണ്ണിക്കുകയാണ്. കാലനേമി, മാലി മുതലായിട്ടുള്ളവരെയൊക്കെ ഭഗവാൻ വധിച്ചു. അസുരന്മാരുടെ ചില പേരൊക്കെയാണ്. മഹാബലി, കാലനേമി, ജംഭൻ, വലൻ എന്നിവരെ സംഹരിച്ചു. മഹാബലി എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോണ മഹാബലി. അവരെയൊക്കെ ശുക്രാചാര്യർ ജീവിപ്പിക്കുകയാണ് പിന്നീട് മൃതസഞ്ജീവനി കൊണ്ട്. മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള വിദ്യ പണ്ട് ഭാരതത്തിലുണ്ടായിരുന്നു. അതാണ് മൃതസഞ്ജീവനി. നമ്മുടെ ശാസ്ത്രം ഇനി എത്രയോ അവിടേക്ക് എത്താൻ പോകുന്നുണ്ടോ, എത്തുമെന്നും അറിയില്ല. എത്രത്തോളം മുന്നോട്ട് പോകണം, എത്ര കാലം ഓടണം വണ്ടിന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എത്തുമെന്നും അറിയില്ല. എന്തായാലും നമ്മൾ മരിക്കുമ്പോഴേക്കൊന്നും ആ വിദ്യ ഉണ്ടാവില്ല. എന്തായാലും പണ്ട് അതിനുമുള്ള വിദ്യ ഉണ്ടായിരുന്നു. അവിടെ പിന്നീടാണ് ഇവർ ജീവിച്ചിട്ട് മഹാബലി ഉണ്ടായതെന്ന് പറയാൻ. അപ്പം അത് പറഞ്ഞു മഹാബലിയെ കഥ വരണേ ഉള്ളൂ. അപ്പം മരിച്ച മഹാബലി എങ്ങനെയാണ് അപ്പം ജീവിച്ച ചോദ്യം സ്വാഭാവികമാണ്. ശുക്രാചാര്യർ
മൃതസഞ്ജീവിനി കൊണ്ട് ജീവിപ്പിക്കും അവരെ. ഇപ്പം മരിച്ചു. തം കാലനേമിമതമാലി മുഖാഞ്ചകന്ധ കന്ധ കൊന്നു. ശക്രോ ജഖാന ബലിജം ദബലാൻ സപാകാൻ, ജംബബലാൻ സപാകൻ മുതലായിട്ടുള്ളവരൊക്കെ ഉണ്ട്, അവരെയൊക്കെ വധിച്ചു എന്ന് പറയണം. ദേവേന്ദ്രൻ ഇവരെയൊക്കെ വധിച്ചു. ആരെ വധിച്ചു? പാകൻ, മഹാബലി, ജംബൻ, വലൻ ഒക്കെ ഇന്ദ്രൻ വധിച്ചു ഭഗവാന്റെ പിൻബലത്തോട് കൂടിയിട്ട്. ശിഷ്കാറ്റദുർക്കരവധേ നമുചൂചലൂനെ പേനേന നാരദഗിര നരുണോരണം തം. അതിൽ ഒരു അസുരൻ്റെ, അവൻ നമുചി എന്നാണ് പേര്. അവൻ ഒരു വരം വാങ്ങി ബ്രഹ്മാവിനോടോ മറ്റോ, താൻ കൊല്ലപ്പെടുകയാണെങ്കിൽ ഓരോരുത്തർ ജീവിക്കാനുള്ള ആലോചിച്ച് നോക്കുക. ഈ ശരീരത്തിൽ കുറച്ചും കൂടി കഴിഞ്ഞു കൂടിയിട്ട് എന്താന്ന് അവർ ആലോചിക്കണം. പിന്നെ ദേവന്മാരും മനുഷ്യന്മാരും ആലോചിക്കുന്നില്ല, പിന്നെ വേണ്ട അസുരന്മാർ. അല്ല, അത്ഭുതമൊന്നുമില്ല. ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ നനഞ്ഞ വസ്തുക്കളെ കൊണ്ട് പാടില്ല, നനയാത്ത വസ്തുക്കളെ കൊണ്ടും പാടില്ല. രണ്ട് വസ്തുവല്ലേ ലോകത്തിലുള്ളൂ. മരിക്കരുത് എന്ന് വരം ചോദിക്കാൻ പാടില്ല, ചോദിച്ചാൽ കൊടുക്കില്ല. തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാം. ഈ ലോകത്തിൽ നനവുള്ള വസ്തുക്കളാലോ നനവില്ലാത്ത വസ്തുക്കളാലോ രണ്ട് തരമായിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഒന്നുകിലോ നനവുള്ളത് അല്ലെങ്കിൽ നനവില്ലാത്തത്. അങ്ങനെ ഞാൻ കൊല്ലപ്പെടാവൂ. ശരാബനെ ഇപ്പം എങ്ങനെ കൊല്ലും? ഭഗവാനുണ്ടോ വിഷം അതിന് വഴി കണ്ടെത്തി. ഭേനേന, പേനം എന്ന് പറഞ്ഞാൽ നൊരാപത. നൊരാപത എന്ന് പറഞ്ഞാൽ വെള്ളമല്ല എന്നും പറയാം. എന്നാൽ വെള്ളമല്ലേ ചോദിച്ചാൽ വെള്ളത്തിൽ നിന്ന് ഉണ്ടായതുമാണ്. അപ്പോൾ വെള്ളത്തിൽ പാറിക്കിടക്കും നൊരയും പതയും ഇല്ലേ, മുങ്ങിയിട്ടല്ല കിടക്കുക. അപ്പോൾ വെള്ളമാണോ എന്ന് ചോദിച്ചാൽ വെള്ളമല്ല, അല്ലാണ്ടാണല്ലോ പാറിക്കിടക്കണം. വെള്ളത്തിൽ പാറി കിടക്കുമോ, അതിൻ്റെ കൂടെ ഒഴുകുക ചെയ്യുക. അപ്പോൾ നൊരാപത എന്ന് പറഞ്ഞാൽ നനഞ്ഞതും ആവാം, വെള്ളമല്ലാത്തതുകൊണ്ട് നനയാത്തതും ആവാം. പറയാൻ പറ്റില്ല ഏത് പെടുത്താമെന്ന് നൊരപത പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഭഗവാൻ ശിരസ് അറുത്തു കൊന്നു എന്നാണ് പറയണത്. നാരദഗിര, നാരദനാണത് പറഞ്ഞു കൊടുത്തത്. ഇവനെ കൊല്ല ഒറ്റ വഴിയുള്ളൂ ഭഗവാനെ, നൊരയും പതയും കൊണ്ട് കൊല്ല. അതുകൊണ്ട് കഴുത്തറുത്ത് കൊന്നു. നെരുണോരണം തം തം കാലനേമി, അസുരൻ്റെ പേരാണ്. അഥ പിന്നീട് മാലി മുഖാൻ, മാലി മുതലായിട്ടുള്ളവരെയും ജഗന്ധ ഹനിച്ചു. ഇന്ദ്രൻ ആരെയൊക്കെ കൊന്നു? ബലി, ജംബ, ബലാൻ, സപാകാൻ. ബലി, ജംബൻ, ബലാൻ, സപാകാൻ എന്നിവരെ ഇന്ദ്രൻ ഭഗവത് പിന്തുണയോട് കൂടിയിട്ട് വധിച്ചു. ഉണങ്ങിയത് കൊണ്ടോ നനഞ്ഞതുകൊണ്ടോ കൊല്ലപ്പെടാൻ കഴിയാത്ത ശുഷ്ക, ആർദ്ര, ശുഷ്കെന്ന് പറഞ്ഞാൽ ഉണങ്ങിയത്, ആർദ്രം എന്ന് പറഞ്ഞാൽ നനഞ്ഞത്. ശുഷ്കാർദ്ര ദുഷ്കരവധേ, വധിക്കാൻ പ്രയാസമുള്ള, നനഞ്ഞതുകൊണ്ടോ ഉണക്കങ്ങളായ വസ്തുക്കളെ കൊണ്ടോ ഹനിക്കാൻ പ്രയാസമുള്ള നമുചിയെ, നമുചൗചലൂനെ പേനേന നാരദഗിര നരുണോരണം തം. നാരദൻ പറഞ്ഞതനുസരിച്ച് ആ നൊരയും പതിയും കൊണ്ട് നമുചിയെ വധിക്കുകയും ചെയ്തു. യോഷാബുർ ധനുജമോഹനമാഹിതന്തെ ശുദ്ധ വിലോകന കുതൂകലവാത് മഹേശ ഭൂതേ സമം ഗിരിജയാചഗത പദന്തേ സുപ്ത പ്രവീത് അഭിമതം ത്വമതോ തിരോധ. അങ്ങനെ ഇരിക്കുമ്പോൾ പരമേശ്വരന് ഈ മോഹിനി വേഷം ഒന്ന് കാണണം. കേട്ടു ലോകപ്രസിദ്ധമായിട്ടൊരു മോഹിനി വേഷം ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അമൃതം അസുരന്മാരെ മയക്കി സ്വീകരിച്ചത്. അയ്യോ, അങ്ങനെ വെച്ചാൽ അതൊന്ന് കാണണമല്ലോ. തൻ്റെ ഭഗവാനാണ് വിഷ്ണു. ശിവൻ ഭക്തിയോടുകൂടി ഉപാസിക്കുന്ന ഭഗവാന്റെ മോഹിനി വേഷം എത്ര സുന്ദരമാവും എന്നങ്ങനെ ആലോചിക്കുക. ശിവൻ ഭഗവാനെ ഇഷ്ടമാണ്. സ്ത്രീകളെ പൊതുവെ സുന്ദരികളാണ്. അപ്പോൾ ഇത് രണ്ടും ചേരുമ്പോൾ അത് എപ്പോഴും കാണാൻ പറ്റണ ഒരു കാര്യമില്ല. തനിക്കായിട്ട് കാണാൻ പറ്റിയതുമില്ല നിർഭാഗ്യവശാൽ. നാം ഒന്ന് പോയിട്ട് അപേക്ഷിച്ചാലോ. യോഷാവബുർധനിജമോഹനമാഹിതന്തെ, വളരെ മോഹനമായിട്ടുള്ള ആ സ്വരൂപത്തെക്കുറിച്ച് കേട്ടിട്ട് ശുദ്ധാഭിലോകന കുതൂഹലവാൻ, കാണാൻ ആഗ്രഹിച്ചിട്ട് മഹേശ ശിവൻ ഭൂതൈ സമം ഗിരിജയാച ഗതപ്പദന്തെ, പാർവതിയോട് കൂടിയിട്ടാണ് പോയത്. പാർവതി, നമുക്കൊന്ന് കാണുക ഭഗവാന്റെ ആ വേഷം. നമുക്ക് കാണാൻ പറ്റിയില്ലല്ലോ. ഏതായാലും അസുരന്മാരുടെ അടുത്തേക്ക് പോയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മളായിട്ടൊന്ന് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തിട്ട് ആ വേഷം ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞാലോ? ആവാം, അങ്ങേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനും വരാം. പാർവതി ഭൂതഗണങ്ങളോട് കൂടിയിട്ട് പുറപ്പെട്ടു. ഭൂതേ സമം ഗിരിജയാച ഗതപദന്തെ തുപ്ത പ്രവീത വിമതം ത്വമതോ തിരോധ.
ആ ഓരോരോ സമയത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ വേഷം എടുക്കാൻ സമർത്ഥനായിട്ട് ഈ വിഷ്ണു അല്ലാണ്ട് വേറെ ആരാ ഉള്ളത്? ആലോചിച്ച് നോക്കൂ. ഈ ദശാവതാരവും കൂടാതെ 24 അവതാരത്തും ഭാഗവത്തിൽ നമ്മൾ കണ്ടു. ഇതൊക്കെ ഏത് ദേവനാണ് ഉള്ളത് നമുക്കറിയാം. ഏത് പുരാണം നോക്കിയാലും കൃഷ്ണാവതാരം പോലെയോ നരസിംഹാവതാരം പോലെയുള്ള അവതാരങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല. അത് വിഷ്ണുവിൻ്റെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു. അതുകൊണ്ട് സർവേശ്വര അങ്ങനെയാണ് ഈശ്വരന്മാരിൽ വെച്ചിട്ട് ശ്രേഷ്ഠന് ശിവൻ സമ്മതിച്ചിട്ടുണ്ടേ. ശിവൻ സമ്മതിച്ചതിനെ നമ്മൾ കോൺട്രാക്ട് ചെയ്യും, ശിവനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട്. ശിവൻ സമ്മതിച്ചിരിക്കണു വിഷ്ണുവാണ് ഈശ്വരൻ. അതുകൊണ്ട് ആ മോഹിനി വേഷം ഒന്ന് എനിക്ക് കാണിച്ചു തരണം. അല്ലേ, ഈ റേഡിയോയിലും ഇതിലൊക്കെ ഈ പുനഃസംപ്രേഷണം, പുനഃപ്രക്ഷേപണം പറഞ്ഞിട്ടൊന്നല്ലേ ചിലരയക്ക്, അതൊന്ന് പുനഃപ്രക്ഷേപണം ചെയ്തുകൂടെ, ചെയ്യാമോ എന്ന പോലെ ശിവൻ ഒരു എന്താ പറയേണ്ടത്, പ്രദർശനത്തിന് ഭഗവാൻ അപേക്ഷ കൊടുത്തു. തുത്ത പ്രവീത വിമതം ത്വമതോ തിരോധ. ഭഗവാൻ ആ വേഷത്തെ കാണിച്ചു കൊടുക്കുന്നതാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയണത്. കായേന വാചാ മനസേന്ദ്രിയർവാധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.